തേങ്ങ വെളിച്ചെണ്ണ വില കൂടുതലാണ്, വാഴയ്ക്കയും വില കൂടുതലാണ്. ഒരു ടിന്നെണ്ണ 6180 രൂപ ഒരു ടിന്നെണ്ണ വെളിച്ചെണ്ണ 15 കിലോ. ഓണക്കച്ചവടം ആയിരിക്കും അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഫ്രഷായിട്ട് ഇതായിരിക്കും വന്നിട്ടില്ല ആൾക്കാരത്. എല്ലാവരും ഈ വില കൂടുതലാണ്ട് ഇപ്പൊ 1 കിലോ വാങ്ങാൻ അടുത്ത് 1/4 കിലോ വാങ്ങാൻ പോകും. ഇപ്പൊ കച്ചവടം വളരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യം നല്ല കച്ചവടം കുറവാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് ഇപ്പോൾ ആരും അധികം വരുന്നില്ല. 1 കിലോ വാങ്ങാനുള്ളവരെല്ലാം ഇപ്പോൾ 1/4 കിലോ അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വില ഇപ്പോൾ വെളിച്ചെണ്ണ വില കൂടുകയാണെങ്കിൽ ഇനി ഇത് കൂട്ടാൻ വെച്ചിട്ടുള്ളൂ. പരമാവധി നമ്മളിപ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത്. ഇവിടെ കൊപ്രയുടെ വില കൂടുതൽ. കൊപ്ര വില കൂടിയപ്പോൾ തേങ്ങ വില കൂടി. അപ്പൊ എണ്ണ നല്ല എണ്ണ മാർക്കറ്റിൽ കിട്ടുന്നില്ല. നല്ല എണ്ണ വേണമെങ്കിൽ 550 രൂപ വരെ കൊടുക്കണം. ലോക്കൽ എണ്ണ ഉണ്ട് 350-400 രൂപ. അതൊക്കെ ഒരുപാട് മായം ചേർത്ത എണ്ണകളാണ്. നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. തേങ്ങ വെളിച്ചെണ്ണ വില കൂടുതലാണ്, വാഴയ്ക്കയും വില കൂടുതലാണ്. ഒരു ടിന്നെണ്ണ 6180 രൂപ ഒരു ടിന്നെണ്ണ വെളിച്ചെണ്ണ 15 കിലോ. നേരത്തെ 6180 രൂപ. നേരത്തെ ആണെങ്കിൽ 2750 രൂപ കിടന്നത് കഴിഞ്ഞ ഓണത്തിൽ. ഇതിപ്പോ ഒരു 4-5 വർഷം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ 4 വർഷം 5-6 വർഷം ഇത് കഴിയുമ്പോൾ കച്ചവടം കുറവാണ്. 480. ഓണക്കച്ചവടം ആയിരിക്കും അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഫ്രഷായിട്ട് ഇതായിരിക്കും വന്നിട്ടില്ല ആൾക്കാരത്. എല്ലാവരും ഈ വില കൂടുതലാണ്ട് ഇപ്പൊ 1 കിലോ വാങ്ങാൻ അടുത്ത് 1/4 കിലോ വാങ്ങാൻ പോകും. ഇപ്പൊ 480 1 കിലോ. വാഴയ്ക്ക് വന്നിട്ട് അതെ 480. ഉപ്പരി അതേ സെയിം റേറ്റ് തന്നെ. ചായക്ക് വില കൂടുതൽ. എണ്ണയും എല്ലാം വില കൂടുതലാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇനി നാളെ തൊട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ. നാളെ മുതൽ എങ്ങനെ അറിയാൻ പറ്റുള്ളൂ. അല്ല, ഈ അത്തം തുടങ്ങിയല്ലേ. അത്തം തുടങ്ങിയ ശേഷം ഇത് കച്ചവടം പോയി ആവുള്ളൂ. ഓണത്തിന് 2-3 ദിവസത്തിന് മുമ്പ് തന്നെ ഓണക്കച്ചവടം. ഇപ്പൊ കച്ചവടം വളരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യം നല്ല കച്ചവടം കുറവാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് ഇപ്പോൾ ആരും അധികം വരുന്നില്ല. 1 കിലോ വാങ്ങാനുള്ളവരെല്ലാം ഇപ്പോൾ 1/4 കിലോ അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വെളിച്ചെണ്ണ ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നിട്ട് 2700 ആയിരുന്നു ഒരു 15 കിലോ. ഇപ്പോൾ വന്നിട്ട് 6240 ഇപ്പോഴത്തെ വില. ഈ കുറഞ്ഞ അത് പോകും. വില കുറയ്ക്കും തോറും നമ്മൾ ഫിഷിനും വില കുറയ്ക്കും. അപ്പോൾ നല്ല വിലയാണ് ബാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന്റെ ഡബിളാണ് ഇപ്പം എണ്ണയ്ക്ക് വില കൂടിയിരിക്കുന്നത്. ബാധിക്കുന്നുണ്ട്. ഓണം നമ്മൾ പ്രതീക്ഷിക്കുന്നു, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. വില ഇപ്പോൾ വെളിച്ചെണ്ണ വില കൂടുകയാണെങ്കിൽ ഇനി ഇത് കൂട്ടാൻ വെച്ചിട്ടുള്ളൂ. പരമാവധി നമ്മളിപ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത്. കായ്ക്ക് വന്നിട്ട് ഇപ്പോൾ 42 അല്ലേ, 62 1 കിലോ ഒറ്റക്കായ്. നമ്മൾ ഹോൾസെയിൽ എടുക്കുന്നുണ്ട്. അത് നാളെ പോകുമ്പോൾ ചിലപ്പോൾ 64 ആയിരിക്കാം. ഓരോ ദിവസം ഓരോ വിലയാണ്. കുറയാം കൂടാം അങ്ങനെ. ഇനി കൂടെ ഉള്ളൂ. ഓണം വരുന്നുണ്ട്, കുറയില്ല. 15 വർഷം 15 വർഷത്തിൽ കൂടുതലായി. ഞാൻ തുടങ്ങുന്ന സമയത്ത് 15 രൂപയായിരുന്നു 1 കിലോ തേങ്ങ. അത് കൂടി 16 17 ഇപ്പൊ ലാസ്റ്റിൽ ഇപ്പൊ ഹോൾസെയിൽ വിൽക്കുന്നത് 68 രൂപ. ഇവിടെ കൊപ്രയുടെ വില കൂടുതൽ. കൊപ്ര വില കൂടിയപ്പോ തേങ്ങ വില കൂടി. അപ്പൊ എണ്ണ നല്ല എണ്ണ മാർക്കറ്റിൽ കിട്ടുന്നില്ല. നല്ല എണ്ണ വേണമെങ്കിൽ 550 രൂപ വരെ കൊടുക്കണം. ലോക്കൽ എണ്ണ ഉണ്ട് 350-400 രൂപ. അതൊക്കെ ഒരുപാട് മായം ചേർത്ത എണ്ണകളാണ്. കച്ചവടം ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കച്ചവടത്തിന് മാർക്കറ്റിലെ ആളില്ല. എല്ലാ വലിയ മാർക്കറ്റുകളിലൊക്കെ പോയി ചാലക്കട ഏറെക്കുറെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം വമ്പൻ കടകളിലൊക്കെ ഇങ്ങനെ ആയി. ഇവിടെ ഒരു പരസ്യമൊന്നുമില്ല. എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കിയിട്ട് മാർക്കറ്റ് കിടക്കുന്ന മാർക്കറ്റിന്റെ അവസ്ഥ ഉണ്ട്. ഇതാണ് കച്ചവടം വളരെയധികം മോശം. സാധനങ്ങളെല്ലാം വില കുറവാണ്. മറ്റുള്ള ഹൈപ്പർ മാർക്കറ്റ് കിട്ടുന്നതിന് വളരെ വില കുറച്ചാണ് ചാലയിൽ മലക്കറി കൊടുക്കുന്നത്. പക്ഷെ വാങ്ങാനാളില്ല. ആരും ഇതിനകത്തോട്ട് കയറുന്നില്ല. തേങ്ങ വില കുറയാൻ കൊപ്ര വില കുറഞ്ഞാൽ തേങ്ങയും വില കുറയും. അതാണ് അവസ്ഥ. അങ്ങനെയൊന്നുമില്ല. തേങ്ങ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഹോട്ടലുകാരൊക്കെ കുറെ ഇപ്പൊ 20 കിലോ തേങ്ങ എടുത്തുകൊണ്ടിരുന്ന ഒരു 10 കിലോ ആ രീതിയിലാണ്. ചാലയിൽ ഞാൻ 35 കൊല്ലം കൊണ്ട് കച്ചവടം ചെയ്യാം. ഇവിടെ ഇപ്പോഴത്തെ കച്ചവടം ഒരു 3-4 കൊല്ലം കൊണ്ട് വളരെ മോശമാണ് കച്ചവടം. വില കൂടുതലായതുകൊണ്ടല്ല, ആള് കയറുന്നില്ല. കാര്യം എന്താണെന്ന് അറിയില്ല, അതൊന്നും പറ്റിയൊന്നും അറിയില്ല. പക്ഷെ സാധനം ഇവിടെ എല്ലാ സാധനവും
തറ വേണം, വാങ്ങിക്കാൻ ആളില്ലെന്ന് മാത്രമേ ഉള്ളൂ. സാധനങ്ങളെല്ലാം വില. 1 കിലോ വെണ്ടയ്ക്ക് തന്നെ 1 കിലോ 30 രൂപയേ ഉള്ളൂ. ബീറ്റ്റൂട്ട് 1 കിലോ 30. നല്ല ഊട്ടിക്കയറ്റ് 50, 60 ആ റേഞ്ചാണ്. ഇഞ്ചി 2 ഐറ്റം ഇഞ്ചി ഉണ്ട്. മറ്റേ കുറഞ്ഞ ഇഞ്ചി ആണെങ്കിൽ 50 രൂപ, നല്ല കൂടിയ ഇഞ്ചി വന്നിട്ട് 80 രൂപ. കത്തിരിക്ക 1 കിലോ 40 രൂപ. വെള്ളരിക്ക 1 കിലോ 20, 30 ആ റേഞ്ച്. പടവലങ്ങ 40. എല്ലാ സാധനങ്ങളും വില വളരെ വില കുറവാണ്. വാങ്ങാൻ ആളുള്ള ആളില്ലെന്നേ ഉള്ളൂ. സാധനങ്ങളെല്ലാം വളരെ വില. ഈ ഓണമായിട്ടുള്ള ഒരു ഇതുമില്ല മാർക്കറ്റിന്റെ അകത്ത്. സവാള എല്ലാം കിലോ 30, ചെറിയ ഉള്ളി 1 കിലോ 50, കിഴങ്ങ് 1.5 കിലോ 50. അതുകൊണ്ടാണോന്ന് അതിനെ പറ്റി നമുക്ക് അറിയില്ല. ജനങ്ങളുടെ കാര്യങ്ങളെ അവധികൾ അറിയാം. ഇവിടെ ചാലി സാധനം വില കുറച്ച് വിറ്റിട്ടും വാങ്ങാൻ ആളില്ല. അതാണ് സത്യം. ആൾക്കാരില്ല, വന്നില്ല ആരും ചാലയിൽ. കാരണം നമുക്കതിനെ പറ്റി അറിയാൻ പറ്റില്ലല്ലോ. ഇവിടെ സാധനം വില അല്ല, സ്ഥിരം വാങ്ങിക്കുന്നവർ ഇവിടെ വന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ ഈ ഓർഡർ ഉണ്ട്. വെളിയിലുള്ള ഓർഡർ മാത്രമേ ഇപ്പൊ മെയിനായിട്ട് കച്ചവടം നടക്കുന്നുള്ളൂ. വെളിയിലുള്ള ഓർഡർ ചില ഹോട്ടല് അങ്ങനെ കടയൊക്കെ ഉള്ള ആ ഓർഡർ മാത്രമേ മെയിനായിട്ട് വന്നുള്ളൂ. ചില്ലറയ്ക്ക് വാങ്ങാൻ ആള് വരുന്നില്ല. ഓണത്തിരക്ക് ഒട്ടുമില്ല ഈ സമയം. പണ്ടെന്ന് പറയുമ്പം 10 ദിവസവും തിരക്കാണ്. കാല് വെക്കാൻ പറ്റില്ല. പഴയ ആൾക്കാരൊക്കെ അറിയാം ചാലക്കടയിൽ പോകുമ്പോ എങ്ങനെയാണെന്ന്. എനിക്ക് നടന്നു വരാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. തള്ളിയാണ് പോകുന്നത്. ഇവിടെ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി, അങ്ങ് തള്ളി അങ്ങ് പൊട്ടിയുള്ള ആള്. അതാണ് കാര്യം. ഇപ്പൊ അതിനുള്ള ഒരു മാർക്കിൽ ഒരു തിരക്കുന്നുള്ളത് ഇല്ല. ചാലയുള്ളവരും മാത്രമേ ഉള്ളൂ. ഇത് എന്തോടെ സാധനം ശരിക്കും വില കുറച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും തോന്നുന്നു. ചാലയിൽ വില കുറച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും ആൾക്കാർ വരാത്തത്. പൊതുവെ നമുക്കൊന്നുമല്ല, ചാലയില് മാർക്കിന്റെ അകത്ത് ആള് കയറിയാൽ മാത്രമേ എല്ലാവരും കച്ചവടം നടക്കുള്ളൂ. ഒട്ടുമില്ല, ആള് വളരെ മോശമാണ്.